പ്രിയപ്പെട്ട മലയാളി ലൈഫ് ഇനി സിനി ലൈഫ്. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ ചൂടൻ ചർച്ചയാകുന്നത് ഇനി കേരളക്കര വിധിയെഴുതാൻ പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നതാണ്. പതിവുപോലെ വെള്ളിത്തിരയിലെ താരങ്ങൾ വരെ സ്ഥാനാർത്ഥികളായി എത്തുന്നത് തെരഞ്ഞെടുപ്പിന് താരത്തിളക്കം കൂട്ടി. ഇവർക്കായി പ്രചരണ രംഗത്ത് ചില താരങ്ങളും ഇറങ്ങിയതും ഏറെ ശ്രദ്ധയാകർഷിച്ചിരുന്നു. ചാലക്കുടിയിൽ ഇന്നസെന്റിനായി മമ്മൂട്ടി റോഡ് ഷോയിൽ പങ്കെടുത്തതിന് പിന്നാലെ നടൻ മോഹൻലാലിനെ തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി സന്ദർശിച്ചതാണ് ഇപ്പോൾ വാർത്തയായിരിക്കുന്നത്. എറണാകുളം എളമക്കരയിലെ മോഹൻലാലിന്റെ വീട്ടിലെത്തിയാണ് സുരേഷ് ഗോപി താരത്തെ സന്ദർശിച്ചത്. ഇന്ന് രാവിലെയായിരുന്നു സന്ദർശനം. തൃശൂർ NDA സ്ഥാനാർത്ഥിയും നടനും കൂടിയായ സുരേഷ് ഗോപി മോഹൻലാലിനെ സന്ദർശിക്കാനെത്തുമെന്ന് അറിഞ്ഞതോടെ മാധ്യമപ്രവർത്തകരുടെ കൂട്ടം വീട്ടിലേക്ക് തള്ളിക്കയറി. അരമണിക്കൂർ നീണ്ട സന്ദർശനത്തിൽ തിരഞ്ഞെടുപ്പ് കാര്യങ്ങളെക്കുറിച്ചും സൗഹൃദ സംഭാഷണങ്ങളും നടത്തിയുമാണ് ഇരുവരും പിരിഞ്ഞത്. മോഹൻലാലിനോടും മാതാവിനോടും ദീർഘനേരം ചിലവിട്ട ശേഷം അനുഗ്രഹം വാങ്ങിയാണ് സുരേഷ് പിന്നീട് മടങ്ങിയത്. ഇളമക്കരയിലുള്ള വീട്ടിലേക്ക് വിദേശ അവധി ആഘോഷം കഴിഞ്ഞ ദിവസമാണ് മോഹൻലാൽ തിരിച്ചെത്തിയത്. തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ പ്രചരണത്തിന് ഇറങ്ങാതിരിക്കാനുള്ള ബോധപൂർവമായ മുങ്ങലെന്നായിരുന്നു സോഷ്യൽ മീഡിയയുടെ കമന്റുകൾ മോഹൻലാലിനെതിരെ ഈ കാര്യത്തിൽ ഉയർന്നത്. നേരത്തെ മോഹൻലാൽ BJP സ്ഥാനാർത്ഥിയാകുമെന്ന് അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം താരം ഇത് തള്ളുകയും ചെയ്തിരുന്നു. ലാലിനെ സന്ദർശിച്ചതിൽ രാഷ്ട്രീയമില്ലെന്നും അദ്ദേഹത്തിൻ്റെ അമ്മയുടെയും അനുഗ്രഹം വാങ്ങാനാണ് താൻ വീട്ടിലെത്തിയതെന്നും സുരേഷ് ഗോപി പ്രതികരിച്ചു. സുരേഷ് തൻ്റെ നല്ല സുഹൃത്താണെന്നും അദ്ദേഹത്തിന് നല്ലത് വരാൻ പ്രാർത്ഥിക്കുന്നുവെന്നും മോഹൻലാൽ അറിയിച്ചതിന് പിന്നാലെയാണ് താൻ വോട്ട് ചെയ്യാൻ തിരുവനന്തപുരത്തേക്ക് എത്തുമെന്നും സൂചനയും നൽകിയത്. വോട്ട് ചെയ്യാൻ എത്തുമോ എന്നത് സസ്പെൻസായി ഇരിക്കട്ടെ എന്നാണ് ലാൽ പ്രതികരിച്ചത്. സാധാരണയായി തെരഞ്ഞെടുപ്പ് സമയത്ത് ഷൂട്ടിംഗ് തിരക്കായതിനാൽ ലാൽ വോട്ട് ചെയ്യാൻ വിരളമായി മാത്രമേ എത്താറുമുള്ളൂ. നേമം നിയോജക മണ്ഡലത്തിലെ മുടവൻമുകളിലാണ് മോഹൻലാലിന് വോട്ടുള്ളത്. ഇക്കുറി അദ്ദേഹം വോട്ട് ചെയ്യാൻ എത്തും എന്ന് തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. പ്രചരണം അവസാനിക്കുന്ന ദിനങ്ങൾ വരെ ലാൽ കേരളത്തിലുണ്ടായിരുന്നില്ല. ന്യൂയോർക്കിലെ ജമൈക്കയിലും മറ്റുമായി യാത്രകളിലായിരുന്നു അദ്ദേഹം. അതിനാൽ തന്നെ അദ്ദേഹം സുഹൃത്തുക്കളുടെ പ്രചരണത്തിൽ പങ്കെടുത്തിരുന്നില്ല. 2016 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നടൻ ഗണേഷ് കുമാറിൻ്റെ പ്രചരണത്തിനായി മോഹൻലാൽ എത്തിയിരുന്നു. എന്നാൽ ഇക്കുറി ഇന്നസെന്റും സുരേഷ് ഗോപിയും മത്സര രംഗത്തുണ്ടായിട്ടും എന്താണ് ലാൽ എത്താത്തത് എന്നും സമൂഹ മാധ്യമങ്ങളടക്കം ചോദ്യങ്ങൾ ഉയർന്നിരുന്നു. മോഹൻലാലിനെ നായകനാക്കി പൃഥ്വിരാജ് സംവിധാനം ചെയ്ത ലൂസിഫറും ഈ അടുത്തിടെയാണ് ഇറങ്ങിയത്. രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വന്ന ചിത്രം വിരൽ ചൂണ്ടുന്നത് താരത്തിൻ്റെ രാഷ്ട്രീയ പ്രവേശനമാണോ എന്നിവരെ അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നു. എന്നാൽ ആദ്യം BJP സ്ഥാനാർത്ഥിയാക്കും എന്ന പ്രചരണം ലാൽ തള്ളിയതിനാൽ തന്നെ സിനിമ റിലീസ് ചെയ്ത ശേഷം ഇക്കാര്യത്തിൽ കൂടുതൽ ചർച്ചയുണ്ടായില്ല. തമിഴ്നാട്ടിൽ സൂപ്പർ താരങ്ങളായ രജനീകാന്തും കമൽഹാസനും രാഷ്ട്രീയ രംഗത്തേക്ക് വരുന്ന വേളയിലും രാഷ്ട്രീയം ചർച്ചയാകുന്ന സിനിമകളും ശ്രദ്ധേയമായിരുന്നു. രജനീകാന്തിൻ്റെ കാല വന്നതിന് ശേഷമാണ് കമലഹാസൻ നായകനാകുന്ന ഇന്ത്യൻ 2 റിലീസിനൊരുങ്ങുന്നത്. തമിഴ്നാട്ടിലെ രാഷ്ട്രീയ രംഗത്തെ ഉറച്ചിരുന്ന താരാധിപത്യം കേരളക്കരയിലും വരുന്ന ആളുകളിൽ വീശുമോ എന്ന കാര്യം കണ്ടു തന്നെ അറിയണം. ന്യൂസ് ഡെസ്ക് സിനി ലൈഫ്.